ഇപ്പൊ ഈ ഒറ്റക്കാര്യം ചെയ്താൽ മതി. എവർക്കിതിൽ പങ്കുണ്ട്. ഇവരുടെ ഒരാളെ പോലും വാസുവിനെ പുറത്താക്കുന്നില്ല, പത്മകുമാറിനെ പുറത്താക്കുന്നില്ല, സുധീഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വാസുവിനെ എവിടുന്ന് പുറത്താക്കാരാ? വീട്ടിൽ നിങ്ങളുടെ പാർട്ടിയല്ലേ? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കൊളക്കട പഞ്ചായത്ത്. അതൊന്നും വന്നില്ലേ? രാജു അഭിപ്രായം ഫ്രീ ആക്കി വിടാം. അങ്ങനെ കാണിക്കും ഞങ്ങൾ പറയില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഈ കൊള്ളക്കാരെ നിങ്ങൾ എന്തിന് സംരക്ഷിക്കണം? തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഒരു പാർട്ടിയാണ് 2026. അല്ലെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ശബരിമല വിഷയം തിരിച്ചടിയായി. എന്നിട്ടും ഈ കൊള്ളക്കാരെ രക്ഷിക്കാൻ ഇവർ എന്തിന് നിലപാടെടുക്കണം? ഒരു ഇലക്ഷൻ ഇയറിൽ ജനങ്ങളെ ഇവർക്ക് ഇത്രമാത്രം ഭയമില്ലേ? ഇത്രമാത്രം ജനകീയമായ പ്രശ്നമായി മാറിയിരിക്കുന്നു, ഭക്തന്മാരെ തീവ്രമായ വികാരത്തിൽ പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും ശബരിമല കൊള്ളയിൽ പെട്ടുപോയ പ്രതികളെ കയ്യാമം വയ്ക്കാൻ ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെന്റിൽ ഇവർക്ക് ആത്മാർത്ഥത ഇല്ലെന്നാണോ മധു സംശയം? അതെ, ഇല്ല, ഇവർക്ക് ആത്മാർത്ഥയില്ല. അത് ഹൈക്കോടതി തന്നെ പലവരും പറഞ്ഞു. കാരണം SITയെ ഇവർ നേരെ വിടുന്നില്ല. ഇവര് അതിൽ വെള്ളം ചേർക്കാണ്. അത് ഹൈക്കോടതി അല്ല. അങ്ങ് ഒന്നും നിൽക്കുക, ഞാൻ പറയട്ടെ പ്ലീസ്. അങ്ങ് എന്റെ ബഹുമാനായ വ്യക്തിയാണ്. എനിക്ക് ആ ബഹുമാൻ രാജ്യപ്രകാരനോട്. അപ്പൊ ഞാൻ പറയാണ്, അതായത് ഹൈക്കോടതി എത്ര തവണ, അങ്ങക്ക് അറിയാമല്ലോ, എത്ര തവണ ഇടപെട്ടു. ഹൈക്കോടതി എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് ജാമ്യത്തിന് പോയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അവർ ചോദിച്ചു, അയ്യപ്പനെ കൊള്ളയടിച്ചിട്ട് നാണമില്ല ജാമ്യത്തിനാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അന്വേഷണം അതിൻ്റെ യഥാർത്ഥ രീതിയിലല്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം തെറ്റായ വഴി പോകുന്നതാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അത് കോടതി 2-3 തവണ SIT ED വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. SITയുടെ അന്വേഷണം തൃപ്തികരമല്ല, നിങ്ങൾ ശരിയായ രീതിയിലല്ല. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിനെയും വിജയകുമാറിനെയും അത് KP ശങ്കരദാസിനെയും ഈ കേസിലെ പ്രതികളായിട്ടാണ് കോടതി കണ്ടെത്തിയത്. അവരെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. ചോദ്യം ചെയ്തതിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കേസ് ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ ഉന്നത ഇടപെടലുണ്ടായി, SITക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായി. പിന്നീട് 1.5 മാസം കഴിഞ്ഞാണ് KP ശങ്കരദാസിനെ. അതായത് SITയിൽ ഇടപെടലും സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പ്രചാരണമായിട്ടല്ലേ ഇത് വരിക? അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതിക്കും രാഷ്ട്രീയമുണ്ട്. അവരത് 3 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമല്ല, ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ പുറത്തു വരേണ്ട വസ്തുതകൾ എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കെല്ലാം ഉത്തമമായ ബോധ്യമുണ്ട്. പക്ഷേ അതൊന്നും പുറത്തു വരുന്നില്ല. കോടതി അസ്വസ്ഥമാവുകയാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് KP ശങ്കരദാസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നില്ലേ? വിജയകുമാറിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ലെന്ന് വന്നില്ലേ? അപ്പോൾ ഈ ദേവസ്വം വകുപ്പ് CPM പാർട്ടിക്കാണെങ്കിൽ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരികയല്ല, CPM പാർട്ടിക്കാണെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരണമുണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു ചെറിയ കമ്മിറ്റിയുണ്ട്, ഫ്രാക്ഷൻ കമ്മിറ്റി. ആ പഞ്ചായത്ത് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന AKG സെൻറ്ററിൽ ഒരു ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഫ്രാക്ഷൻ കമ്മിറ്റിയിൽ നിശ്ചയമായും ദേവസ്വം മന്ത്രിയുണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ദേവസ്വം മുൻ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് ഈ കേസിൽ ഇനി പിടിക്കാനിരിക്കുന്ന ഉന്നതൻ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അത് SIT ആണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഒന്നുകിൽ അദ്ദേഹത്തെ എക്സോണറായിട്ട് പുറത്തു വിടണം, അല്ലെങ്കിൽ അദ്ദേഹം ദിവസം തോറും പുറത്തു വരുന്ന അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ അത് സത്യമല്ലെങ്കിൽ SIT പറയട്ടെ, കോടതി പരിശോധിക്കുമല്ലോ. അപ്പം ഇതെല്ലാം ഒരു ദുരൂഹമായ പുകമറയ്ക്കുള്ളിലാണ്. ഇപ്പം ED വന്നു, അതിലേക്കൂടെ ഞാൻ പറയാം. EDയെ കൊണ്ടുവന്നതാണ്. SIT പ്രോപ്പറായി പ്രവർത്തിച്ചെങ്കിൽ ED വരില്ലായിരുന്നു. ഇതുപോലെയാണ് EDയെ കേരളത്തിൽ പല സന്ദർഭങ്ങളിലും ഗവൺമെൻറ്റിനും ഉന്നതന്മാർക്കും മറച്ചു വെക്കാൻ പലതും ഉള്ളപ്പോഴാണ് ED കേരളത്തിലേക്ക് വരുന്നത്. അതിന് അവസരം ഒരിക്കൽ കൂടി കേരള ഗവൺമെൻറ് ഉണ്ടായിക്കൊടുത്തു. പക്ഷേ ഒരു റിസൾട്ടും ഉണ്ടാവുകയില്ല. പണ്ട് വന്ന പോലെ ED ഈ സർക്കാരിനെയും ഉന്നതന്മാരെയും രക്ഷിച്ചിട്ട് തിരിച്ചു പോകും. രാജു ഇബ്രഹാം, ഞാൻ ഈ കൂട്ടത്തിലൊന്ന് ചോദിച്ചിട്ട് പ്രശാന്ത് പത്മനാഭൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഒരു ഫ്രാക്ഷൻ AKG സെൻറ്ററിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. മാത്രമല്ല, അദ്ദേഹം ഇപ്പം മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആദ്യം SITയുടെ അന്വേഷണത്തെ കോൺഗ്രസ് നേതൃത്വം സർവാത്മന സ്വാഗതം ചെയ്തതാണ്. സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടുന്ന പടം വന്നതിന് ശേഷമാണ് പല ആവശ്യങ്ങളും വന്നു. അതിൻ്റെ കൂടൊപ്പം നിൽക്കുന്ന MPമാരെ ചോദ്യം ചെയ്യണം. അതിനുശേഷമാണ് SITയുടെ അന്വേഷണത്തിൽ ചില പാളിച്ചകളുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു തുടങ്ങിയത്. അതായത് കോൺക്രീറ്റ് കൊടിമരത്തിൽ ചെതല് കയറി എന്ന് പറഞ്ഞ് ആ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കാൻ അതിലുണ്ടായിരുന്ന സ്വർണം എവിടെ? മധുവിന്റെ നേതാക്കന്മാരായിരുന്നല്ലോ മന്ത്രിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും. ആ സ്വർണം കണ്ടുപിടിക്കണ്ടേ? അതാണിപ്പോൾ കോടതി കണ്ടിരിക്കുന്നത്. കോടതി അന്ന് മാത്രമല്ല, പുതിയ കൊടിമരം സ്ഥാപിക്കാൻ നിലവിലെ അന്വേഷണത്തിൽ 3.5 കോടി രൂപ പിരിച്ചിരിക്കുന്നു. ആരൊക്കെയാ പിരിച്ചേ? പ്രയാറിന്റെ കാലഘട്ടത്തിലല്ലേ പിരിവ് നടന്നേ?
ബാക്കിയുള്ള മെമ്പർമാരുടെ പേര് എനിക്കറിയില്ല. മധു തന്നെ പറഞ്ഞ് സഹായിക്കുക, SK സഹായിക്കുക ബാക്കിയുള്ള മെമ്പർമാരുടെ പേര്. അപ്പൊ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഈ ശബരിമലയുടെ പേരിൽ നാട് നെടുക നടന്ന് കൊള്ളയടിക്കുകയാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് 20 വർഷക്കാലത്തെ അന്വേഷിക്കണം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.